ബദറിൽ ഷഹീദായ ശുഹദാക്കളെ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ഇസ്ലാമിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന ഗസവത്ത് ബദറുൽ കുബറയിൽ പങ്കെടുത്ത മഹാന്മാരായ 313 അസ്ഹാബുൽ ബദറിന്റെ ഹക്ക് കൊണ്ട് പടച്ചോൻ ഈ ലോകവും പരലോകവും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ അഖിലകാരിയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സഹോദരന്മാരെ, ഇന്നലെ നാം കഥ അവസാനിപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അലിയാർ തങ്ങൾ പോറ്റി വളർത്തിയ ഉമ്മുൽ ഹക്കീം എന്ന പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ച നുഅ്മാൻ എന്ന് പറയുന്ന മനുഷ്യനെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് ഇബ്നു മുആവിയ ഡമസ്കസിലേക്ക് ക്ഷണിക്കുകയും തൻ്റെ കൊട്ടാരത്തിലെ ഒരു ഇരുളടഞ്ഞ മുറിയിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്തു. ആ ഇരുളടഞ്ഞ ഒറ്റ വാതിലുള്ള മുറിക്കകത്തിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കുന്ന നുഅ്മാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. യസീദ് വരുന്നത് കയ്യിൽ ഊരിപ്പിടിച്ച ഒരു വാളുമായിട്ടാണ്. ഊരിപ്പിടിച്ചൊരു വാളുമായി കടന്നു വരുന്ന യസീദ് അവനെ കണ്ടതും നുഅ്മാൻ തൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി. കാത്തിരിക്കുമ്പോൾ യസീദിൻ്റെ ഒരു കയ്യിൽ വാളുണ്ട്, മറ്റേ കയ്യിൽ ഒരു പേനയും കടലാസുമുണ്ട്. ഈ 3 സാമഗ്രികളുമായിട്ടാണ് യസീദ് നടന്നു വരുന്നത്. ഒരു കയ്യിൽ ഒരു വാളും കൊണ്ട് അവനെത്തി, മറുകൈയിൽ കലമും ഖുറാസുമേ. അതു കണ്ട് നുഅ്മാനും ചാടി എഴുന്നേറ്റു, അവനോടന്നരീശത്താൽ കൂറുമേ, അവനോടന്നരീശത്താൽ കൂറുമേ. ഒരു കയ്യിൽ ഒരു വാളും കൊണ്ട് അവനെത്തി, മറുകൈയിൽ കലമും ഖുറാസുമേ. അതു കണ്ട് നുഅ്മാനും ചാടി എഴുന്നേറ്റു, അവനോട് അരീശത്താൽ കൂറുമേ, അവനോട് അരീശത്താൽ കൂറുമേ. ഒരു കയ്യിൽ ഊരിപ്പിടിച്ചൊരു വാളും മറു കയ്യില് ഒരു പേനയും കടലാസും, ഇതുമായിട്ടാണ് യസീദ് ഇബ്നു മുആവിയ വരുന്നത്. റൂമിലേക്ക് അയാൾ കടക്കുമ്പോൾ, അയാളുടെ കാലെടുത്ത് റൂമിലേക്ക് കടത്തി വെക്കുമ്പോൾ നുഅ്മാൻ ചാടി എഴുന്നേറ്റ് തന്റെ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യസീദിന്റെ മുമ്പിലേക്ക് നടന്നെടുത്തു. ആ വാൾ യസീദിന്റെ നെറ്റിയിലേക്ക് മുട്ടിച്ചുകൊണ്ട് നുഅ്മാൻ ചോദിച്ചു, നീ ഒറ്റ വാതിലുള്ള ഈ ഒരു മുറിക്കകത്ത് എന്നെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഓരി പിടിച്ച വാളുമായി ഇങ്ങോട്ട് വന്നത് എന്നെ കൊല്ലാനാണോ? അങ്ങനെയാണെങ്കിൽ വധിക്കാനാണെങ്കിൽ ചതി എന്തിന്? പൊരുതിടാമെന്റെ കയ്യിലുള്ള വാളും കൊണ്ട് നീ തീരുമാനിക്കാം വിധി, അതിൻ ശേഷമായി നീ എന്തിന് തന്ത്രമൊക്കെ യസീദേ നീ പറഞ്ഞിടു, ക്രൂരത കാട്ടി ഭരിച്ചിടുവാനോ നീ? ഒരു കയ്യിലൊരു വാളും കൊണ്ട് അവനെത്തി, മറുകൈയിൽ കലമും ഖുറാസുമേ. അതു കണ്ട് നുഅ്മാനും ചാടി എഴുന്നേറ്റു, അവനോടന്നരീശത്താൽ കൂറുമേ, അവനോടന്നരീശത്താൽ കൂറുമേ. വാളി യസീദിന്റെ നെറ്റിയിലേക്ക് മുട്ടിച്ചിട്ട് നുഅ്മാൻ ചോദിച്ചു, ഈ മുറിക്കകത്ത് തന്നെ എങ്ങനെ ഇരുത്തിയിട്ട് ഓരിപ്പിടിച്ച വാളുമായി ഇങ്ങോട്ട് വന്നത് എന്നെ കൊല്ലാനാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്റെ നെറ്റിയിലേക്ക് മുട്ടിച്ചു വെച്ച ഒരു മൂർച്ചയുള്ള വാളുണ്ട്, ഇസ്ലാമിക യുദ്ധക്കളങ്ങളിൽ ഞാൻ ഉപയോഗിച്ച എന്റെ വാള്. ആ വാളുകൊണ്ട് ഒരു ബലാബല പരീക്ഷണം നമുക്ക് നടത്തി നോക്കാം, എന്നിട്ട് തീരുമാനിക്കാൻ ഗവർണറാകണോ വേണ്ടിയോ. നുഅ്മാൻ അത് പറഞ്ഞപ്പോ യസീദ് പൊട്ടിച്ചിരിച്ചിട്ട് തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് നുഅ്മാന്റെ വാളങ്ങൾ തട്ടിമാറ്റിയിട്ട് പറഞ്ഞു, നുഅ്മാൻ, നീ എന്ത് വിഡ്ഢിത്തമാ കാണിക്കണത്? നിന്റെ കയ്യിലുള്ള വാള് പോലെ എന്റെ കയ്യിലും ഒരു വാള്.
ഞാൻ ഉറയിൽ നിന്ന് ഊരി പിടിച്ചിട്ടുണ്ട്, ഇപ്പൊ നീയും ഉറയിൽ നിന്ന് ഊരി പിടിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ എന്താ വ്യത്യാസം ഉള്ളത്? പക്ഷെ വാളല്ല നിനക്കുള്ള ആയുധം. നിനക്കുള്ള ആയുധം ഇതാണ്, ഒരു പേനയും ഒരു കടലാസും. ആ പേനയും കടലാസും അങ്ങോട്ട് കൊടുത്തു. ഇടത്തെ കൈ കൊണ്ട് കൊടുത്തപ്പോ നോമാൻ ചോദിച്ചു, എന്ത് നീ പിടിക്കുന്നു? പേനയും കടലാസും നോമാന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് യസീദ് വാൾ ഉറയിലേക്ക് ഇട്ടു. നോമാനിനോട് വാൾ ഉറയിലിടാൻ പറഞ്ഞു. രണ്ടുപേരും വാൾ ഉറയിലേക്ക് ഇട്ടിട്ട് ആ രണ്ട് കസേരക്ക് അഭിമുഖമായി രണ്ടുപേരും ഇരുന്നു. യസീദ് നോമാന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി ചിന്തിച്ചോണ്ട് പറഞ്ഞു, നോമാൻ ഗവർണറാകണ്ടേ? വേണം. അതിനല്ലേ നിങ്ങൾ എന്നെ വിളിച്ചു കൊണ്ടുവന്നത്? ശരിയാണ്, ഞാൻ നിന്നെ ഗവർണറാകാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നതാ. പക്ഷേ ഗവർണറാകുന്നതിന്റെ മുമ്പ് ഒരു സത്യപ്രസ്താവന വേണം. സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണല്ലോ അധികാരത്തിൽ കയറുക. ഏത് മന്ത്രിമാരും അധികാരത്തിൽ കയറുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യും. അല്ലാഹുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ആളുണ്ട്, ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുന്ന ആളുണ്ട്, ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ആളുണ്ട്. അങ്ങനെ എന്തായാലും ഒരു സത്യപ്രതിജ്ഞ നിർബന്ധമാണ്. ആ സത്യപ്രതിജ്ഞ വേണം എന്ന് പറഞ്ഞപ്പോ നോമാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, ഈ കടലാസിൽ ഒരു വാക്ക് എഴുതിയാൽ മതി, പക്ഷെ അതിന് ഒരു സാക്ഷി വേണം. നോമാൻ പറഞ്ഞു, ശരി, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നോളൂ, സാക്ഷികൾ ഇത്രയായാലും പ്രശ്നമില്ല, പക്ഷെ മനുഷ്യന്മാര് സാക്ഷി വേണ്ട. മനുഷ്യന്മാരങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. യസീദ് പറയാണ് നോമാനോട്, മനുഷ്യന്മാരെന്നെ എന്ത് സാക്ഷി തന്നാലും വലിയ സാക്ഷികൾ കൂറുമാറി കളിയും. അതുകൊണ്ട് സാക്ഷി നിൽക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ്. അല്ലേ നോമാൻ? നോമാൻ പറഞ്ഞു, ശരിയാണ്, അള്ളാഹുവാണ് ഏറ്റവും നല്ല സാക്ഷി. എങ്കിൽ നീ ആ കടലാസിൽ എഴുതുക, ഗവർണറാകാനുള്ള ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ പ്രതിജ്ഞ. എന്താ എഴുതേണ്ടത്? ഭരണാധികാരിയായ യസീദ് പറയുന്ന എല്ലാ കാര്യങ്ങളും സർവാത്മന ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു സാക്ഷി. ഈ കത്ത്, ഈ എഴുത്ത്, ഈ വാക്ക് ഞാൻ ഒരു വട്ടം ആലോചിച്ചു, അതിലെന്തെങ്കിലും ചതിയും പഞ്ചരൊന്നും ഉണ്ടോ? ഒന്നുമില്ല. ഭരണാധികാരിയായ യസീദ് പറയുന്ന എല്ലാ കാര്യങ്ങളും സർവാത്മന ഞാൻ അംഗീകരിക്കുന്നു, സാക്ഷി അല്ലാഹു. 1-2 സെക്കൻഡ് ചിന്തിച്ച നോമാൻ വളരെ മനോഹരമായിട്ട് എഴുതി കൊടുത്തു. എഴുതി അതിൽ ഒപ്പുവെച്ച് അല്ലാഹു സാക്ഷി എന്ന് പറഞ്ഞിട്ട് കത്ത് അല്ലെങ്കിൽ ആ എഴുത്ത് യസീദിന്റെ കൈകളിലേക്ക് അങ്ങോട്ട് കൊടുത്തപ്പോ ആ എഴുത്തിങ്ങനെ വാങ്ങിയിട്ട് യസീദ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. യസീദ് പൊട്ടിച്ചിരിക്കുമ്പോ ആ ചിരിയുടെ സ്റ്റൈല് മാറാൻ തുടങ്ങിയപ്പോ അത് കൊലച്ചിരിയായി വരിക. കൊലച്ചിരിയുടെ രൂപത്തിൽ യസീദ് ചിരിക്കുമ്പോ നോമാൻ പേടിച്ചോണ്ട് ചോദിച്ചു, അല്ല നീ എന്തെങ്കിലും ചിരിക്കുന്നത്? അപ്പൊ ചിരിച്ചോണ്ട് യസീദ് പറഞ്ഞു, നോമാൻ നീ എന്താ കത്തിലെഴുതിയ? അല്ല, നീ എന്താ എഴുത്തിലെഴുതിയത്? എന്താ എഴുതിയത്? ഭരണാധികാരിയായ യസീദ് പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അംഗീകരിക്കും, സാക്ഷിയാരാ? അല്ലാഹു. അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ എഴുതിയത്. എന്നാൽ ഭരണാധികാരിയായി യസീദ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആരംഭ ഹക്കീമിനെ മനസ്സുള്ളിൽ വിചാരിച്ചു യസീദും കരുനീക്കി തുടക്കം വെച്ചു. പിന്നെ നോമാനെ തടങ്കലിൽ അവൻ പാർപ്പിച്ചു. പിന്നെ നോമാനെ തടങ്കലിൽ അവൻ പാർപ്പിച്ചു. ആരംഭ ഹക്കീമിനെ മനസ്സുള്ളിൽ വിചാരിച്ച് യസീദും കരുനീക്കി തുടക്കം വെച്ചു. പിന്നെ നോമാനെ തടങ്കലിൽ അവൻ പാർപ്പിച്ചു. പിന്നെ നോമാനെ തടങ്കലിൽ അവൻ പാർപ്പിച്ചു. അതെ, യസീദ് പറയാ, ഭരണാധികാരിയായ യസീദ് പറയുന്ന എല്ലാ കാര്യങ്ങളും സർവാത്മന നീ അംഗീകരിക്കുന്നു, അല്ലാഹു സാക്ഷി. അല്ലേ? അതെ. എന്നാൽ യസീദ് പറയാൻ തുടങ്ങിയിരിക്കുന്നു, നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ ഹക്കീമിനെ ത്വലാഖ് ചൊല്ലണം. ഉമ്മുൽ ഹക്കീമിനെ ത്വലാഖ് ചൊല്ലണമെന്ന് യസീദ് പറഞ്ഞപ്പോ നോമാൻ ഞെട്ടി. ഇല്ല യസീദേ, ഞാനത് ചെയ്യില്ല. കാരണം ഒരു മനുഷ്യനും ആ പെൺകുട്ടി ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോ അനുഗ്രഹീതനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ആ മനുഷ്യന്റെ മുന്നിലേക്ക് വന്നിട്ട് മരണം വരെ അവളെ നോക്കാമെന്ന് വാക്ക് കൊടുത്ത് ഏറ്റെടുത്ത പെണ്ണത്. അവളെ ഒഴിവാക്കാൻ എന്നെ കൊണ്ടാവില്ല. അങ്ങനെ അതല്ലാത്ത വേറെ ഏത് കാര്യം പറ, ഞാൻ അംഗീകരിക്കാം. യസീദ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കാകെ വേണ്ടത്, ഞാൻ ആദ്യമായിട്ട് നിന്നോട് പറയുന്നത് ഉമ്മുൽ ഹക്കീമിനെ നീ ഒഴിവാക്കണമെന്നാണ്. ഉമ്മുൽ ഹക്കീമിനെ ഒഴിവാക്കി കളയണം. നിനക്ക് ഉമ്മുൽ ഹക്കീമിനെ വേണോ, സാക്ഷി നിർത്തിയ അള്ളാഹുവിനെ വേണോ? അതാ ചോദ്യം. മനുഷ്യന്മാര് ചതിയന്മാരാണ്, സാക്ഷി നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്താന്ന് പറഞ്ഞ യസീദ് പിന്നെ അടുത്ത ചോദ്യം എന്താ? നിനക്ക് ഉമ്മുൽ ഹക്കീമിനെ വേണോ, അള്ളാഹുവിനെ വേണോ? അള്ളാഹുവിനെ വേണമെങ്കിൽ ഉമ്മുൽ ഹക്കീമിനെ ഒഴിവാക്കേണ്ടി വരും. കാരണം സാക്ഷി നിർത്തിയത് അള്ളാഹുവാണ്. ഉമ്മുൽ ഹക്കീമിനെ വേണമെന്ന് പറഞ്ഞാലോ അള്ളാഹുവിനെ വേണ്ട എന്നുള്ള അർത്ഥത്തിലേക്ക് ധ്വനി വരും. ഈ ഒരു വല്ലാത്ത കുരുക്കിൽ നോമാൻ അകപ്പെട്ടു.
തളർന്നു പോയ നോമാൻ പടച്ചോനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഈ ലോകവും പരലോകവും രക്ഷപ്പെടാൻ അള്ളാഹുവിനെ തെരഞ്ഞെടുക്കാൻ. അള്ളാഹുവിനെ തെരഞ്ഞെടുത്ത നോമാൻ ഉമ്മുൽ ഹക്കീമിനെ ത്വലാഖ് ചൊല്ലേണ്ട ഗതികേടിലേക്കായി പോയി. വചനങ്ങൾ അടങ്ങുന്ന കുറിപ്പണ്ണ് ഉമ്മുൽ ഹക്കീം വായിച്ചിരും നേടുന്നേ. പിന്നെ കൽബകം തേങ്ങി പൊട്ടി കരഞ്ഞിടുന്നേ. രോഷത്താൽ മാനം തടങ്കലിൽ കഴിയുന്ന വിധിയോത്ത് അവനിന്ന് കരഞ്ഞിടുന്നു. എല്ലാം പടച്ചോനിൽ തവക്കലായി കഴിഞ്ഞിടുന്നു. ആരംഭ ഹക്കീമിനെ മനസ്സുള്ളിൽ വിചാരിച്ചു യസീദും കരുവിക്ക് തുടക്കം വെച്ചു. പിന്നെ നോമാനെ തടങ്കലിൽ അവൻ പാർപ്പിച്ചു. പിന്നെ നോമാനെ തടങ്കലിൽ അവൻ പാർപ്പിച്ചു. അതെ, ഗതികേട് കൊണ്ട് സ്വന്തം ഭാര്യയെ ത്വലാഖ് ചൊല്ലേണ്ട അവസ്ഥയിലേക്ക് വന്നു നോമാൻ. നിറകണ്ണുകളോടെ ആ മനുഷ്യൻ ആ മുറിക്കകത്തിരിക്കുമ്പോൾ യസീദ കടലാസുമായി പുറത്തേക്ക് ഓടിക്കളഞ്ഞു. പോകുന്ന വഴിയിൽ അവൻ വാതിൽ വലിച്ചടച്ചു. അതെ, നോമാൻ ഗവർണറുമായില്ല. നോമാന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ജീവിക്കാനുള്ള അവകാശവും ഇല്ലാണ്ടായി. പ്രിയപ്പെട്ട ഭാര്യയെ ത്വലാഖ് ചൊല്ലേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഗവർണരാകാൻ ആഗ്രഹിച്ച നോമാനിന് ഗവർണരാകാൻ പറ്റിയില്ല. അയാൾ ഇരുളടഞ്ഞ മുറിക്കുള്ളിൽ കഴിയേണ്ടി ഗതികേട് വന്നു. ഇതാണ് യസീദ്. ത്വലാഖിന്റെ വചനം അടങ്ങുന്ന എഴുത്ത് മദീനയിലേക്ക് കൊടുത്തയക്കപ്പെട്ടു. മസ്ജിദ് നബവിയിൽ ചർച്ചയായി. യസീദിന്റെ ചതിയിൽ മനംനൊന്ത് സ്വന്തം ഭർത്താവ് തന്നെ തലാഖ് ചൊല്ലപ്പെട്ട വിവരം ആ പെൺകുട്ടി അറിഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞുപോയി, ഞാൻ അന്നേ പറഞ്ഞതാ, ഞാൻ ആ സമയത്ത് പറഞ്ഞതാണ് എൻ്റെ ഭർത്താവിനോട് പോകണ്ടെന്ന്. അവൻ ചതിയനാണെന്ന്. പക്ഷേ സംഭവിച്ചു പോയി. അതെ, സ്വന്തം ഭർത്താവിനാൽ ത്വലാഖ് ചൊല്ലപ്പെട്ട ആ പാപം പെൺകുട്ടി മദീനയുടെ മലഞ്ചെരുവിലെ ഒരു ചെറ്റപ്പുരക്കകത്ത് അള്ളാഹു മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. ജോലി പോലുമില്ലാത്ത, കുട്ടികൾ പോലും സ്വന്തമായില്ലാത്ത ആ പാവം പെണ്ണ് അവൾ ഇന്ന് ജീവിക്കുന്നത് മഹാനായ അസർ റളിയല്ലാഹു അൻഹുവിന്റെ കരുണയിലാണ്. ആ പെണ്ണിനെ ത്വലാഖ് ചൊല്ലപ്പെട്ട വിവരമറിഞ്ഞ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ ഖാസിം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തയക്കുമായിരുന്നു ആ വീട്ടിലേക്ക്. കാരണം ആ പെണ്ണ് വളർത്തിയത് തന്റെ ഉപ്പയാണ്, ഉപ്പന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അസർ റളിയല്ലാഹു അൻഹുവിന് അവളോട് വല്ലാത്ത സ്നേഹമുണ്ട് ആ പെണ്ണിനോട്. അലി റളിയല്ലാഹുവിന്റെ പണി കാലം വരെ പോറ്റിയത് തൽക്കാലം നൗമാനിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചുവെന്ന് മാത്രം. പക്ഷെ നൗമാന് മകന്നപ്പോ വീണ്ടും ആ പെണ്ണ് നബി കുടുംബത്തിലേക്ക് തിരിച്ചു വരികയാണ് ജീവിത ചെലവിന് വേണ്ടിയിട്ട്. അസർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഓരോ നേരവും ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഹസൻ റളിയല്ലാഹു അൻഹു മക്കളുടെ കയ്യിലൊക്കെ കൊടുത്തയക്കും. അങ്ങനെ ആ പെണ്ണ് 4 മാസം ആ വീട്ടിന്റെ കത്ത് കടിച്ചുകൂട്ടി. ത്വലാഖിന്റെ വിവരമറിഞ്ഞ് വേവത കൂട്ടി കരയുന്ന പെണ്ണ് അവസാനം ഇദ്ദയുടെ കാലഘട്ടം പോലും കഴിച്ചു. അതിന്റെ കത്ത് ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോ യസീദ് രണ്ടാമതൊരു കത്തെഴുതി ഉമ്മുൽ ഹക്കീം എന്ന പെണ്ണിന്. നോക്കണം യസീദിന്റെ കഥ. ഉമ്മുൽ ഹക്കീം എന്ന പെണ്ണ് ഒരു പെണ്ണിനെ മനസ്സിൽ ആഗ്രഹിച്ചു പോയാൽ അവളെ നേടിയെടുക്കാൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും ഒപ്പിച്ചു വെക്കുന്നു യസീദ്. എല്ലാ കുതന്ത്രങ്ങളും. ഇവിടെ 4 മാസത്തോളം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് മറ്റൊരു കത്ത്, യസീദിന്റെ വകക്കത്ത്. അത് തന്റെ പ്രിയപ്പെട്ട ഏറ്റവും രഹസ്യങ്ങളൊക്കെ അറിയുന്ന തന്റെ പ്രിയപ്പെട്ട ഒരു അനുയായി ഒരു ദൂതനെ വിളിച്ചിട്ട് അവന്റെ കയ്യിൽ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് മദീനത്ത് ആ ത്വലാഖ് ചൊല്ലപ്പെട്ട പെൺകുട്ടിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. അവൻ ചോദിച്ചു, എന്താ കാര്യമുണ്ട്. വിളിച്ചവന്റെ ചെവിയിൽ സ്വകാര്യമായി എല്ലാം പറഞ്ഞു. എന്നിട്ട് കത്തങ്ങോട്ട് കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, ആരും കാണാൻ പാടില്ല, കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു. ഇവൻ മദീനയിലേക്ക് യാത്ര തിരിച്ചു. ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി പോകാൻ പോവാണ്. അപ്പൊ അസർ റളിയല്ലാഹു അൻഹുവിന് ഒരു പതിവുണ്ട്. നോമാൻ ത്വലാഖ് ചൊല്ലപ്പെട്ട കാലഘട്ടം മുതൽ അസർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ ആ വീടൊന്ന് ശ്രദ്ധിക്കും. പള്ളിയിലേക്ക് പോകുന്ന അസർ റളിയല്ലാഹു അൻഹു കുറച്ച് കറങ്ങിയിട്ടാ പോവുക. എന്നിട്ട് ഉമ്മുൽ ഹക്കീമിന്റെ വീടിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കും, അടുത്ത പരിസ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കും. എന്നിട്ട് പള്ളിയിലേക്ക് പോകും. ഇങ്ങനെ അസർ റളിയല്ലാഹു അൻഹു അന്ന് ഒരു ഉച്ചക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട്
നേരെ ഉമ്മുൽ ഹക്കീമിന്റെ വീടിന്റെ ഭാഗത്തേക്ക് വന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ അസ്ഹർ റളിയല്ലാഹുവിനെ കാണുകയാണ്. ഒരുത്തൻ കയറി പോകുന്നുണ്ട് ആ വീട്ടിലേക്ക്. അസ്ഹർ റളിയല്ലാഹു അവനെ തന്നെ നോക്കി. മദീനത്ത് കണ്ട് പരിചയമില്ലാത്ത ഒരു ചങ്ങായി. അവനെ മദീനത്തൊന്നും കണ്ടിട്ട് പരിചയമില്ല. അസ്ഹർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് ഇപ്പൊ പോകുന്നത് ഉറപ്പിച്ചപ്പോ മൂപ്പരെ വിളിച്ചു, ഡേ ഇവിടെ പറഞ്ഞു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോ അവൻ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോ അസ്ഹർ റളിയല്ലാഹുവിന്റെ വേണം. അസ്ഹർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ തന്നെ ഇവന് ബേജാറ് തുടങ്ങി പറ തുടങ്ങി. എൻ്റെ ഉമ്മ എന്താ ചെയ്യാ, ഇപ്പം എന്താക്കി കയ്യിൽ കത്തുണ്ട്, കൊടുക്കാൻ വേണ്ടി പിടിച്ച കത്ത്. ഈ കത്ത് കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെ കയ്യടക്കം ഒളിപ്പിച്ച്. അസ്ഹർ റളിയല്ലാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിന്നപ്പോൾ ചരിത്രത്തിൽ പറഞ്ഞ് ഇവൻ ആകെ വർക്കാണ്, മൊത്തം കയ്യടക്കം ഇങ്ങനെ കുലുക്കുന്നുണ്ട്. അസ്ഹർ റളിയല്ലാഹുവിനെ ചോദിച്ചു, നീ ആര്, നീ എവിടെ നിന്ന് വരുന്നത്? ഞാൻ ഡമസ്കസ് നിന്ന് വരിക. ആരാണ്? ഞാൻ യസീദിൻ്റെ ഒരു പട്ടാളക്കാരനാണ്. ആ വീടുമായി നിനക്കെന്താ ബന്ധം? ബന്ധമൊന്നുമില്ല. പിന്നെ അത് പിന്നെ ഞാൻ വെറുതെ വരുമ്പോൾ അതിലോട്ടൊന്ന് പോയൊക്കെ നേരിച്ചിട്ട് പോന്നേ. അപ്പോൾ ഇങ്ങനെ കുലുങ്ങുന്ന അസ്ഹർ റളിയല്ലാഹു ചോദിച്ചു, എന്താ നിൻ്റെ കൈ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിന്? അത് ഒന്നുമില്ല, ഭയങ്കര തണുപ്പ് കൈക്ക്, അതുകൊണ്ട് വെച്ചാൽ. അപ്പോൾ മൂപ്പർ വെച്ച്, ഇപ്പോഴത്തെ കൈക്ക് തണുപ്പില്ലേ? ഈ കൈ പുറത്താണല്ലേ, നീ കൈ പുറത്തെടുക്കുന്നത്. കൈ പുറത്തെടുത്ത് നോക്കുമ്പോൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കത്തിൻ്റെ ഒരു ഭാഗം, ചെറിയ ഭാഗം പുറത്ത് കാണുന്നുണ്ട്. അസ്ഹർ റളിയല്ലാഹു ചോദിച്ചു, എന്താ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനെ വെറുതെ മടക്കിയതാ. അതിനകത്ത് എന്തുണ്ടല്ലോ, നീ കൈ തുറക്കുന്നു. കൈ തുറക്കാൻ കൈ തുറന്നു. ഒരു കടലാസ. അസ്ഹർ റളിയല്ലാഹു ചോദിച്ചു, ഇതെന്താ സാധനം? ഒരു കത്താണ്. ആരുടെ കത്ത്? യസീദിന്റെ കത്ത്. ആർക്കാണ് കത്ത്? ആ വീട്ടിലൊരു പെണ്ണുണ്ട്, അവൾക്കാണ് കത്ത്. ശരി, എന്താ കത്തിലെ വിവരം? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിനക്കറിയും, നീ യസീദിന്റെ ശരിയായ ആളാണ്. അങ്ങനെയുള്ളവനെ അല്ലാണ്ട് യസീദ് ഇങ്ങോട്ട് അയക്കൂല. ഇത് മദീനയാണ്, മദീനയിൽ നിന്ന് പുറത്തു പോകാൻ നിനക്ക് പറ്റൂല. അതുകൊണ്ട് കാര്യം പറയാതെ മദീനത്തിൽ നിനക്ക് പുറത്തു പോകാനാവില്ല. സത്യം തരോ? ആ കത്തിൽ എന്താ വിവരം? അപ്പൊ ഇവൻ പറഞ്ഞു, അത് പിന്നെ പുറത്തു പോകാൻ പറ്റൂല അല്ലേ? ഇല്ല എന്നാ പറയാന്ന് പറഞ്ഞു. ഈ കത്തില് യസീദിന് ആ പെണ്ണിന്റെ ഭർത്താവ് ആ പെണ്ണെ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് തൊലാക്ക് ചൊല്ലപ്പെട്ട ആ പെൺകുട്ടിയെ യസീദിന് മംഗലം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതിന്റെ എന്താ വിവരമുള്ള കത്താന്ന് പറഞ്ഞു. അസ്ഹർ റളിയല്ലാഹു ചിരിച്ചോട് പറഞ്ഞ, അത്രേ ഉള്ളൂ അല്ലേ, അതാ നീ ഇത്ര ബേജാറാ, നീ പോന്ന് പറഞ്ഞിട്ട് ഇവൻ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നപ്പോ അസ്ഹർ റളിയല്ലാഹു പറഞ്ഞു, നിൽക്ക്, ഇങ്ങോട്ട് വന്നു, നിൽക്ക്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഇവൻ തിരിച്ചു വന്നിട്ട് ഇവൻ ചൂടായി. പിന്നെ അസ്ഹറെ വെറുതെ മനുഷ്യനെ പിരാന്താക്കരുത്, പോന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ബാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും വിളിക്കുന്നു. അസ്ഹർ റളിയല്ലാഹു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ചൂടാണ്ട്, ഞാൻ ഒരു സത്യം എനിക്ക് പറഞ്ഞുതരാം. നീ ആ കത്തുമായിട്ട് ആ വീട്ടിൽ പോവുക, എന്നിട്ട് ആ പെണ്ണിന് കൊടുക്കുക. എന്നിട്ട് അവള് കല്യാണം കഴിക്കാൻ യസീദിനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ പുറത്തിറങ്ങുക. നീ രണ്ടാമത് കയറുക. അത് ശരി. എന്നിട്ട് ആ പെണ്ണ് ബടിയെടുത്ത് എൻ്റെ മുട്ടടിച്ച് പൊടിക്കുന്ന നിങ്ങൾക്ക് ഒന്ന് കാണണം അല്ലേ? അതിന്റെ പരിപാടിയല്ലേ? അല്ല, നീ രണ്ടാമത് കയറുക. രണ്ടാമത് കയറുമ്പോ നീ എന്റെ പ്രതിനിധിയാണ്. അസ്ഹർ റളിയല്ലാഹു പറയാം. ഒന്നാമത് നീ കയറിയില്ലേ കത്ത് കൊടുക്കാൻ, അപ്പൊ നീ യസീദിന്റെ പ്രതിനിധിയാണ്, യസീദിന്റെ അംബാസഡറാണ്. രണ്ടാമത് നീ കയറുമ്പോ നീ എന്റെ പ്രതിനിധിയാണ്, നീ കയറണം അകത്ത്. എന്നിട്ട് നീ അവളോട് പറയണം, യസീദിനെ കല്യാണം കഴിക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ ഹസൻ ബിൻ അലി നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവളുടെ സമ്മതം എന്താണോ അത് വാങ്ങിട്ട് വന്നോ. അപ്പൊ ഇവൻ പറഞ്ഞു, അത് ശരി, അതാ ഇവിടെ വന്നിട്ടൊരു നോട്ടാർത്തേക്ക്. ഞാൻ പോകാപ്പ, ഞാൻ പറയാ, ഏതായാലും നമ്മക്ക് എന്തായാലും കിട്ടൂല, കിട്ടുന്ന കിട്ടിക്കോട്ട്. ഇവൻ മെല്ലെ പോയി കത്തുകൊണ്ട് പോയിട്ട് മഹാനായ അസ്ഹർ റളിയല്ലാഹു പറഞ്ഞ പോലെ ഇവൻ അങ്ങോട്ട് കയറി ഡോറിന് മുട്ടി. ഭർത്താവില്ലാതെ കരഞ്ഞ് തറന്ന് കിടക്കുന്ന ബീബി ഉമ്മുൽ ഹക്കീം മെല്ലെ വാതിൽ തുറന്നു നോക്കുമ്പോ ഈ ചങ്ങായി ഒരു കത്ത് കത്ത് കൊടുത്തിട്ട് ഉമ്മുൽ ഹക്കീം കത്ത് വയ്ക്കാണ്ട് ഇവനോ ഇപ്പം പുറത്തുനിന്ന് മറുപടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ മേലോട്ടെ നോക്കി നിൽക്കുന്നത്, പല്ലിനെ എലീനെയെല്ലാം നോക്കിയത്. ബളിതിങ്ങനെ വായിച്ച് എന്താ കത്തിലെന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മുൽ ഹക്കീം, നിന്റെ ഭർത്താവ് നിന്നെ ത്വലാക്ക് ചൊല്ലിയ വിവരം ഞാൻ അറിയുന്നു. പക്ഷെ നീ ബേജാറാവണ്ട, നിന്നെ ത്വലാക്ക് ചൊല്ലിയത് നിന്റെ കേവലം ഒരു പട്ടാളക്കാരനായ ഭർത്താവാണ്. പക്ഷേ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചക്രവർത്തി യസീദ് ബിൻ മുആവിയ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ മറുപടി വളരെ പെട്ടെന്ന് തരണം. ഇത് കത്തകടെ ചുരുട്ടിയിട്ട് ഒരൊറ്റ ഏറ് കൊടുത്ത് ആ പല്ലിനെ നോക്കുന്ന ഞങ്ങളുടെ മോന്തക്ക് ഏറ് കിട്ടിയപ്പോ ഇവൻ ഞെട്ടിയിട്ട് പറഞ്ഞ്, എറിഞ്ഞതല്ലേ ഈ വിവരം പറയാൻ, ഇനിയെങ്ങാനും ഈ വീട്ടിൽ നീ വന്നാൽ അടിച്ച് നിന്റെ പല്യം ഇറങ്ങണം. മുറ്റത്തിറങ്ങിയപ്പോ ഇവൻ ഓർമ്മ വന്നു. അസ്ഹർ റളിയല്ലാഹു പറഞ്ഞു രണ്ടാമത് കയറാൻ. ഇവൻ വലിഞ്ഞു കയറിയപ്പോ ഇവിടെ വെച്ച്, നീ എങ്ങോട്ടാ വരുന്നത്, നീ എവിടെ കട വരുന്നത്, അടിച്ചതിനെ ശരിയാക്കും. ഇവൻ പറഞ്ഞു, എന്തടിച്ച് ശരിയാക്കും, ഞാൻ പിന്നെ അടി എന്തിനിപ്പോ എനിക്ക്, ഞാൻ വെറുതെ വന്നല്ലേ. അവള് തല്ലൂന്ന് ഉറപ്പായി. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ വരുമ്പോ ഹസനെ കണ്ടിരുന്നു.
ഹസനെ കണ്ടിരുന്നു. ഹസൻ എന്ന പേര് കേട്ടപ്പോ തന്നെ ഉമ്മുൽ ഹക്കീം ചോദിച്ചു, ഏത് ഹസൻ? ഹസൻ ബിൻ അലിയോ? അലിയുടെ മകൻ ഹസൻ. തനിക്ക് ഈ കാലഘട്ടത്തിൽ ഭക്ഷണം കൊടുത്തിരുന്ന ഒരു മഹാമനസ്കൻ, തന്നെ പോറ്റി വളർത്തിയ തന്റെ പോറ്റുപ്പാന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടപ്പോൾ ചോദിച്ചു, ഹസൻ എന്താ നിന്നോട് പറഞ്ഞത്? യസീദിനെ നിനക്ക് വേണ്ടെങ്കിൽ ഹസൻ നിന്നെ മംഗലം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിവരം തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒറ്റയടിക്ക് പെണ്ണ് പറഞ്ഞു, അൽഹംദുലില്ലാ, ഹസനോട് പറയണം എനിക്ക് 100% സമ്മതാണ്. ഇത് പറഞ്ഞപ്പോ ഇവനങ്ങ് ചാടി മുറ്റത്തിറങ്ങിയിട്ട് ഒരു ഓട്ടാണ് കൊടുത്തതിലെ കഴിഞ്ഞു പോയി. ഭാര്യയിട്ട് ഓടുന്നു അടിപൊളിയായിട്ട്. അത് കൊടുക്കാനൊന്നും നേരമില്ല. ചില ആൾ ഉറക്കത്തിൽ നിന്ന് റൂമിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ഉറങ്ങുന്നവനെ പോയിട്ട് മുട്ടി വിളിച്ചു നോക്കിയാട്ടെ, ഒരു ബരവുണ്ട്, ഒന്നുമില്ലാണ്ട് ഫുള്ള് ഫ്രീ ആയിട്ട്. ഒറ്റ ബരവായിരിക്കും വരിക. ചില ആള് ഉടുത്തിട്ടുണ്ടാവും, പക്ഷെ അത് രാത്രി കിടക്കം പുറത്തതായിരിക്കില്ല. അത് ചുരുട്ട് ഫുട്ബോളിന്റെ മോഡലിൽ ബെഡിന്റെ അടിയിലുണ്ടാവും. പിന്നെ ഈ പുതക്കുന്ന ബ്ലാങ്കറ്റെല്ലാം എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ വരും, തെയ്യം കെട്ടിയിട്ട് വരുമ്പോൾ വരും. അപ്പൊ ഇവൻ ഇതെല്ലാം ഭാര്യ കെട്ടിട്ട് ഓടാണ്. ഓടുമ്പോ ഹസൻ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. ദൂരെ ഇവൻ ഹസനെ കാണാൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഇവൻ വിളിച്ചു, എന്ത് എന്തിപ്പോ പറയുന്നത്? അതെന്താ? പണ്ട് വയനാട്ടിൽ ആദിവാസികൾ പ്രകടനം നടത്തി. ആദിവാസികൾ വയനാട്ടിൽ ഇപ്പോഴത്തെ അല്ല, പഴയ കാലത്തെ ആദിവാസികൾ ഇവിടെയൊന്നും ഇല്ലല്ലോ. ഇല്ല അല്ല, ഞാൻ കൊണ്ടുവന്നല്ലാണ്ട് വേറെ ഇല്ലല്ലോ. ഈ ഒരു ബൾബ് പോയാ വരുമല്ലേ? അല്ല, ഇവനൊന്നും കാണൂല, കൊണ്ടുവല്ല. അപ്പോൾ പണ്ട് ആദിവാസികൾ വയനാട് കലക്ട്രേറ്റ് മറിച്ച് നടത്തി. എന്തോ ഒരു ആവശ്യം ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാനാണ് ഇവർ കലക്ട്രേറ്റ് മറിച്ച്. എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കാണ് ഇവർ. ആർക്കും ഒന്നും അറിയില്ല. പഴയ കാലത്ത് ആദിവാസികൾ, ഇപ്പോഴത്തെ അല്ല. അപ്പോൾ ഇവർക്കൊന്നും അറിയില്ല. ആ കൂട്ടത്തിൽ 2ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ഒരു ഗോപാലേട്ടനുണ്ട്. മൂപ്പരിക്കാ കുറച്ച് ഇതെല്ലാം വിളിക്കാൻ അറിയാം. എല്ലാരും പറഞ്ഞു, ഗോപാലാട്ട നിങ്ങൾ വിളിക്കുന്ന. ഇയാള് വിളി തുടങ്ങി, ഇവരെ കുടുങ്ങി. ഇതെന്ത് കുതിരത്ത്, ഇതെന്തെന്നാ വിളിക്കുന്നത്? ഗോപാലാട്ടൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റു വിളിച്ചിട്ടിലേക്ക് ജവാബിലേക്ക് കബൂലുണ്ടാവും, ഞാൻ പോയി കളിക്കുന്നത്, അതുകൊണ്ട് ബേ വിളിച്ചോളൂ പറഞ്ഞു. ഇവർക്ക് കിട്ടണ്ടേ വിളിക്കാൻ. നിങ്ങൾ വിളിക്കുന്നതാണ്. ഇയാള് വീണ്ടും വിളിച്ച്, ഇവര് കുടുങ്ങിയില്ലേ? ഇവര് വിളിച്ച്, ഓ ത്രീ ബ്ലോ ബ്ലോ ബ്ലോ. അതിനപ്പുറമില്ല.